നിലമ്പൂരിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച യുഡിഎഫിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടന്നു. യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ എൻ.എ. ബെന്നി, നേതാക്കളായ പി.എൻ. ഷംസുദ്ദീൻ, എം. മോനിച്ചൻ, എം.എ. കരീം, ഷിബിലി സാഹിബ്, കെ.ജി. സജിമോൻ, ബ്ലെയ്സ് വാഴയിൽ, ഫിലിപ്പ് ചേരിയിൽ, എം.എച്ച്. സജീവ്, ടി.ജെ. പീറ്റർ, വി.ജെ. പാപ്പു, കൃഷ്ണൻ കണിയപുരം എന്നിവർ പങ്കെടുത്തു. വെല്ലിക്കൊടി പാർപ്പിച്ചുകൊണ്ട ദിവസമാണ്. കേരളം കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. വളരെ എല്ലാ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. UDF പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കേരളം 9 വർഷക്കാലമായി ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിയും പറഞ്ഞു, കേരളം ഭരിക്കുന്ന 9 വർഷക്കാലത്തെ അവിടെ വികസന നേട്ടങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M.V. ഗോവിന്ദൻ പറയുകയുണ്ടായി. ഞാനിത് പറഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിനിയോഗിക്കുന്ന ആളുകൾക്കറിയാം. കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെന്റിനെതിരാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടന്നത്. 9 വർഷക്കാലമായി LDF ഭരിക്കുന്ന LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും 9 വർഷക്കാലമായി LDF-നെ പുകഴ്ത്തിയ ഒരു MLA-യുമാണ് രാജിവെച്ചതിന് വേണ്ട തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2500 വോട്ടിന് പരാജയപ്പെട്ട നിയോജകമണ്ഡലത്തിൽ 11,000-ന് അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്.